ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായ F-35 ഇപ്പോൾ രാജ്യം മുഴുവനും ചർച്ചയിലാണ്. കേരളം മാത്രമല്ല, എല്ലാ അതായത് നമ്മുടെ രാജ്യത്ത് മുഴുവനും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. OLX വരെ ഇട്ട ഒരു വിമാനമാണ് F-35. പിന്നീട് ടൂറിസം വകുപ്പ് തങ്ങളുടെ പരസ്യ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച്, ഹരിതകർമ്മസേന ഇത്തരത്തിലുള്ള പരസ്യ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. OLX-ലായിരുന്നു ആദ്യം വന്നത്. ഇത് വിൽക്കാനുണ്ട്, ആർക്കെങ്കിലും വാങ്ങുവാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. നിരവധി കമൻറ്റുകളാണ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള, ആക്രിക്കാർക്ക് പോലും വേണ്ടാതെ കിടക്കുന്ന F-35 എന്നൊക്കെ പറഞ്ഞപ്പോൾ നിരവധി ട്രോളുകളാണ് കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ F-35 വന്നിട്ടുള്ളത്. പിന്നീട് ഇത് ടൂറിസം വകുപ്പ് കേരളം കണ്ടാൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്നുള്ള തരത്തിൽ ടൂറിസം വകുപ്പ് തങ്ങളുടെ പരസ്യ പ്രചാരണത്തിന് വേണ്ടിയിട്ട്, ഒരു ആഡിന് വേണ്ടിയിട്ട് ഈ വിമാനം ഉപയോഗിച്ചു. പക്ഷെ അതൊക്കെ വലിയ രീതിയിൽ, ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പുറം രാജ്യങ്ങളിൽ പോലും, ഒരു പക്ഷേ ബ്രിട്ടനിൽ പോലും ഇത് വലിയ ചർച്ചാ വിഷയമായതുകൊണ്ടായിരിക്കും അവർ എത്രയും വേഗം അവിടുത്തെ സാങ്കേതിക വിദഗ്ധരെ, എഞ്ചിനീയേഴ്സിനെയൊക്കെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത്. എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഇതിനെയൊന്നും പൊക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, ഇതിനെയൊന്നും പറത്തി ഉയർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. F-35 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 5ാം തലമുറയിൽപ്പെട്ട അമേരിക്കയുടെ യുദ്ധവിമാനമാണ്. അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള യുദ്ധവിമാനമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇത് ഇവിടെ വന്ന് കിടക്കുന്നു, യാത്രക്കാർക്ക് പോലും വേണ്ടാതെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ ആ രാജ്യത്തിനൊക്കെ നാണക്കേട് കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ 24 പേരടങ്ങുന്ന സംഘം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേരുകയും യുദ്ധവിമാനത്തിന് വേണ്ടുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിയായി. ഉടനെ തന്നെ ഇവിടുന്ന് ടാറ്റ പറയും, നമ്മുടെ കേരളത്തിനോട് F-35 ടാറ്റ പറയും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു പക്ഷേ ഇത്രത്തോളം ഒരു യുദ്ധവിമാനം മലയാളികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടില്ല. അപ്പോൾ പലരും വന്ന അതിഥി എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷേ ഇതുവരെയും അറ്റകുറ്റപ്പണികൾ എന്തായി എന്നുള്ളത് 2 ദിവസം മുമ്പ് ഔദ്യോഗിക തലത്തിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയായി, ഉടനെ തന്നെ ഇവിടുന്ന് പോകുമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അത് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ഒരു യുദ്ധവിമാനം കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന ലക്ഷക്കണക്കിന് രൂപയാണ്. ആദ്യം ഇന്ത്യൻ സർക്കാർ ഇതൊന്നും വേണ്ട എന്നുള്ള തരത്തിലാണ് കേന്ദ്രം തീരുമാനിച്ചിരുന്നത് എങ്കിലും ആദ്യത്തെ ഗഡുവൊക്കെ കൊടുത്തിരിക്കുകയാണ്. ജൂൺ 14-നാണ് 14 മുതൽ 35 ദിവസത്തേക്ക്, ജൂൺ 14-നാണ് ഈ വിമാനം രാത്രിയിൽ ഇന്ധനം കുറവായതിനാൽ ഉടനെ തന്നെ രാത്രിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. അടിയന്തരമായിട്ട് ഇറക്കിയതായിരുന്നു. ഇന്ധനം കുറവ് എന്നുള്ളൊരു പേരിലാണ് ഇറക്കിയതെങ്കിലും പിന്നീടാണ് അതിൻ്റെ വലിയ സാങ്കേതിക തകരാറുകൾ ഇതിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വന്ന് മറ്റൊരു വിഭാഗം പറയുന്നത് ശരിക്കും ഇന്ത്യൻ നാവികസേനയോ വ്യോമസേനയോ അടിച്ചിട്ട് ഇറക്കിയതാണ്, സാങ്കേതിക വിദ്യ ഹാക്ക് ചെയ്ത് ഇറക്കിയതാണെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ അതൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടും ഇന്ത്യ പാക് സംഘർഷവുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇതും ലാൻഡ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധ ചെലുത്തി നിൽക്കുന്നവരാണ് നമ്മുടെ നാവികസേനയും വ്യോമസേനയൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഇനി അടിച്ചിട്ടതാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ത്യയിലെ സാങ്കേതിക വിദഗ്ധരെയോ എഞ്ചിനീയേഴ്സിനെയോ ഒന്നും അടുത്തോട്ട് ചെല്ലാൻ പോലും ഇവർ അനുവദിക്കാതെ അവിടെ തന്നെ ഇട്ടേക്കുമായിരുന്നു. പിന്നീട് ഇത് ഹാങ്ങറിലേക്ക് മാറ്റുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവിടുന്ന് 24 പേരടങ്ങുന്ന ഒരു സംഘം എത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്രിമ വാർത്ത. എന്തായാലും 9.19 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വാടക ഇനത്തിൽ ഇപ്പോൾ ഈ F-35 ബ്രിട്ടൻ തരേണ്ടതായിട്ടുള്ളത്. അതായത് ഒരു ദിവസം 26,261 രൂപയാണ് വാടകയായിട്ട് തരേണ്ടുന്നത്. ഏതായാലും ഈ ഒരു പാർക്കിംഗ് ഫീസ് ലക്ഷങ്ങൾ, അതായത് 9.19 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ ഇനത്തിൽ ഈടാക്കിയിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതായാലും 22 ദിവസം വിമാനത്താവളത്തിൻ്റെ 4-ാം നമ്പർ ബേയിൽ CISF-ൻ്റെ സുരക്ഷാ വലയത്തിലായിരുന്നു വിമാനം. ഇപ്പോൾ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയായിരിക്കുന്നു. 24 പേരടങ്ങുന്ന എയർഫോഴ്സിൻ്റെ വിദഗ്ധ സംഘം, ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ വിദഗ്ധ സംഘമാണ്
ജൂലൈ 6-ന് തിരുവനന്തപുരത്ത് എത്തുകയും ബ്രിട്ടീഷ് സൈനികരുടെ കനത്ത കാവലിൽ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയാണ് ഈ ഒരു സാങ്കേതിക തകരാർ പരിഹരിച്ചത്. രഹസ്യാത്മകമായിട്ടുള്ള ഒരു സ്വഭാവത്തിലാണ് ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. കാരണം ഇതിന് ചുറ്റും കാവൽക്കാരെയൊക്കെ നിർത്തി, അവരുടെ തന്നെ കാവൽക്കാരെയൊക്കെ നിർത്തി, ഇന്ത്യൻ സൈനികരെയോ ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെയോ ഒരാളെ പോലും അടുപ്പിക്കാത്ത തരത്തിലാണ് ഇവർ ഈ സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ചത്. $110 മില്യൺ വില വരുന്ന ഈ ജെറ്റ് ലോകത്തിലെ ഏറ്റവും നൂതനമായ വിമാനങ്ങളിൽ ഒന്നാണ്. ആ നൂതന വിമാനമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത രീതിയിൽ കിടക്കുന്നതെന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്തൊക്കെ നൂതന സാങ്കേതിക വിദ്യ ഉണ്ടായാലും ഇന്ത്യയെ കവച്ചു വെക്കാനോ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകളെ മറികടക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള ഒരു ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യം കൂടി അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഏതായാലും ഇവിടുത്തെ എഞ്ചിനീയേഴ്സിനെ ഒന്നും അടുപ്പിച്ചില്ല, അങ്ങോട്ട് സമീപിച്ചെങ്കിലും ഇവർ വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബ്രിട്ടൻ എടുത്തത്. അവർ തന്നെ പരിഹരിച്ചു കൊള്ളാം എന്നുള്ള നിലപാടിൽ തന്നെ വരികയായിരുന്നു. ഏതായാലും എന്താണ് ഈ സാങ്കേതിക തകരാറൊന്നും ഇതുവരെ സ്ഥിരീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു ഭാഗത്ത് ചില ആൾക്കാരൊക്കെ ഊഹാപോഹങ്ങളിൽ പറയുന്നത് ഇതുപോലെ ഇന്ത്യൻ നാവികസേനയോ വ്യോമസേനയൊക്കെ അടിച്ചിട്ടതാവാം, അത് ഹാക്ക് ചെയ്തതാവാം, അത് സിസ്റ്റം അൺലോക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടുകിടക്കുകയാണ് എന്നുള്ളത്. എന്തായാലും ഇതുവരെ ഒന്നും പരിഹരിച്ചില്ല. ഇനി അറ്റകുറ്റപ്പണികൾ തീർത്തു ഇനി പറപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചിറകുകളൊക്കെ മാറ്റിക്കൊണ്ട് ഇവരിത് കയറ്റി കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്ത് തന്നെയായാലും ഇതൊന്ന് കൊണ്ടുപോകണേ എന്നുള്ള, ഞങ്ങൾക്കിത് വേണ്ട, നിങ്ങളുടെ എത്ര വലിയ സാങ്കേതിക വിദ്യയാണെങ്കിലും എത്ര വലിയ പുതിയ നവീകരണ രീതിയിലുള്ള വസ്തുവാണെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിന് ഇത് വേണ്ട, ഇതങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. കാരണം ഇത് കാരണം പ്രധാനപ്പെട്ട മറ്റുള്ള വിമാനങ്ങളുടെ പണികളോ അല്ലെങ്കിൽ മറ്റുള്ള VIP വിമാനങ്ങൾ വന്ന് ഇറങ്ങാനോ ഒക്കെയുള്ള അസൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിനാൽ ഇത് എത്രയും വേഗം കൊണ്ടുപോകണം എന്നുള്ള തരത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ്റും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അധികം കാലതാമസമില്ലാതെ F-35 നമ്മളോട് ബൈ പറയും എന്നാണ് പറയുന്നതെങ്കിലും അത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ ബ്രിട്ടൻ ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റില്ല. കാരണം 5ാം തലമുറയിൽപ്പെട്ട അതിനൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യയുള്ള വിമാനമായതുകൊണ്ടും ഇത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിലെ പ്രമുഖന്മാരായ അല്ലെങ്കിൽ മിടുക്കന്മാരായ എഞ്ചിനീയേഴ്സ് അങ്ങനെ ഇതിനകത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അടിച്ചു മാറ്റിക്കൊണ്ട് വല്ലതും പോകുമോ എന്നുള്ളവരുടെ ഭയം കാരണം, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഭയം കാരണമായിരിക്കാം ഇത് ആരെയും അടുപ്പിക്കാതെ ഇവർക്ക് എത്രയും വേഗം കൊണ്ടുപോകണം എന്നുള്ളൊരു രീതി വന്നിരിക്കുന്നത്. ഏതായാലും എത്രയും വേഗം എടുത്തുകൊണ്ട് പോകട്ടെ. കുറച്ച് ലക്ഷങ്ങൾ രൂപ വാടക ഇനത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനും എത്തിയിരിക്കുകയാണ്. ഏതായാലും ആ ഒരു ലക്ഷങ്ങളൊന്നും വേണ്ട എന്ന് തന്നെ ഇന്ത്യ പറഞ്ഞു തരുന്നെങ്കിലും ഇത് ഇപ്പോൾ ഈ 9.19 ലക്ഷം രൂപ നിലവിൽ ഈ ദിവസം വരെയുള്ള തുക അവർ നൽകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. F-35 ഇനി അധികം ദിവസങ്ങളൊന്നും കാണാതെ തന്നെ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഇവിടുന്ന് പറന്നുയരാൻ സാധ്യതയുണ്ട്. ഈ മാസം 22-ന് തന്നെ മടങ്ങും എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ.